ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ ഹാപ്പിയുള്ളൊരു ദിവസമൊന്നുമല്ല, അത്യാവശ്യം നല്ല വിഷമമുണ്ട്. എന്താ വെച്ചാൽ കൈ കണ്ടോ, എൻ്റെ കൈ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു 4 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്ലേറ്റ് ഇട്ടിരിക്കുക, കൈ രണ്ടായിട്ട് ഒടിഞ്ഞു. അപ്പോൾ അത് പ്ലേറ്റ് ഇട്ടിട്ട് ഓക്കെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു 2 ഇയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല, കൈ ഇത്രയൊക്കെ മടങ്ങത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പൊസിഷനിലിരുന്ന് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ജോലിയിലേക്ക് വന്നപ്പോൾ നല്ലൊരു മെൻ്റലി ഇച്ചിരി ഡൗണാണ്. എന്നാലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ടൈമിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നല്ലോ, പൈസയൊക്കെ ഉണ്ടാക്കാമായിരുന്നല്ലോ. അങ്ങനെ ഒരു തിങ്കിങ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോഴും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു ടൈമിൽ ഉണ്ടാക്കേണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളാണ്. എന്നാലും ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കണ്ടൻറ് കിട്ടിയാൽ നമുക്കിങ്ങനെ കണ്ടൻറ് വീഡിയോസൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെറുതെ ഇങ്ങനെ തിങ്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ വെച്ചാൽ ഞാൻ പണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അത്യാവശ്യം ബോഡിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ കുടവേറൊക്കെ ആയി. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു വർക്കൗട്ട് വീഡിയോ ലൈറ്റായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ബോഡി എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നുണ്ടെന്ന് ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, സോ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ദിവസം ഓരോ വീഡിയോ 2 വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. താഴ്ത്തിയവരടുത്തൊക്കെ ഒന്ന് മുന്നിൽ നിന്ന് കാണിക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ ഇപ്പോൾ ഹാപ്പി ആണെന്ന് കാണിക്കണം, ഞാൻ ഓക്കെ ആണെന്ന് കാണിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ഒരു വിൽ പവർ വേണമെന്നൊക്കെ തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോഴും തളർന്നിട്ടില്ല എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സോ എന്തെങ്കിലുമൊക്കെ അല്ല, നല്ലൊരു കണ്ടൻറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ